അതിന് സമീപമായുള്ള പഴകന്നൂർ ഗ്രാമമായി പിന്നീട് കുട്ടികളുടെ വിഹാര കേന്ദ്രം. നാട്ടിലെ 70 ഊരാൺമക്കൾ ചേർന്ന് മാന്ത്രികനായ നാഗർകോവിൽ നമ്പിയെ വരുത്തി നീലനെ ആവാഹിച്ചു തളച്ചു. എന്നാൽ അദ്ദേഹത്തിന് നീലിയെ തളയ്ക്കാനായില്ല. ഇതിനിടയിൽ നാഗർകോവിൽ നമ്പിയെ നീലി കൊലപ്പെടുത്തി. പൂജാരി നമ്പിയുടെ പുനർജന്മമായ ആനന്ദൻ കാവേരി പൂമ്പട്ടണം വഴി പഞ്ചവങ്കാട് വഴി മുസരിസിലേക്ക് വ്യാപാരത്തിനായി പോകാനൊരുങ്ങി. കയ്യിൽ മാന്ത്രിക ദണ്ടുണ്ടായിരുന്ന ആനന്ദനെ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല. അയാൾ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. ഇതിനിടയിൽ യക്ഷി മായ കാട്ടി കുട്ടിയോടുകൂടിയ ഒരു സ്ത്രീയുടെ രൂപം ധരിച്ച് തൻ്റെ ഭർത്താവും താനും വഴക്കിട്ട് താൻ ഓടിപ്പോവുകയാണെന്ന് ഗ്രാമവാസികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ആനന്ദൻ യക്ഷിയാണിതെന്ന് ആരോട് പറഞ്ഞിട്ടും ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. യക്ഷി അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഊരാൺമക്കാർ 70 പേരും അയാളോടൊപ്പം മരിക്കുമെന്നും സത്യം ചെയ്തു കൊടുത്തു. നിവൃത്തിയില്ലാതെ അവിടെ കഴിഞ്ഞ ആനന്ദനെ രാത്രി തന്ത്രപൂർവ്വം നീലി വധിച്ചു. പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്ന കണ്ട ഊരാൺമക്കാർ വാക്കുപാലിക്കാനായി അഗ്നിപ്രവേശം ചെയ്തു. തൻ്റെയും തൻ്റെ സഹോദരൻ്റെയും മരണത്തിന് കാരണക്കാരനായ ആനന്ദനെയും 70 ഊരാൺമക്കാരെയും വധിച്ച ശേഷം നീലി ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും ചെയ്തു. എന്നാൽ ഇതുപ്രകാരം യക്ഷി അടങ്ങിയില്ലെന്നും പിന്നീട് ക്രൈസ്തവ പുരോഹിതനായ കടമറ്റത്ത് കത്തനാരാണ് നീലിയെ തളച്ചതെന്നും കത്തനാർ തളച്ച നീലിയെ പനയന്നാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുടിയിരുത്തിയെന്നുമാണ് മറ്റൊരു ഐതിഹ്യം.